അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ ഇന്ന് കുറേ ദിവസത്തിൻ്റെ ശേഷം അമ്മയും ഇവിടെ വീട്ടിലുണ്ട്. അമ്മയ്ക്ക് ലേശം സുഖമില്ലാത്ത സമയത്ത് കാലുവേദന ആയതുകൊണ്ട് സ്റ്റെപ്പെല്ലാം ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏട്ടൻ്റെ അവിടെ ഉണ്ടായി. ഇപ്പോൾ ഇവിടേക്ക് വന്നിന് ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാണ്. പിന്നെ ധന്യൊക്കെ ഒത്തിരി തന്നെ ഇന്ന് ലീവ്. പിന്നെ കുട്ടികൾക്ക് ഒത്തിരി തന്നെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട്, അതിനെ കൊണ്ട് അവർക്കും ലീവ്. പിന്നെ ഞാനും ഇവിടേക്ക് വന്നിന്. കുറേ ദിവസത്തിൻ്റെ ശേഷം നമ്മളെല്ലാം ഒന്നിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ആക്കാണ്ട് കുറേ ദിവസമായിന്. എന്താ പറഞ്ഞ ഈ അനുവിൻ്റെ അച്ഛന് ഒരു ഇച്ചിരി എന്തോ അവരങ്ങനെ ആയി. പിന്നെ കവിതന്റെ കുട്ടിക്കും കുറച്ച് സുഖം ഇല്ലാണ്ടായി. അതെല്ലാം കേൾക്കുമ്പോ വീഡിയോ ആക്കണ്ടാനുണ്ടായി. പിന്നെ ഇന്ന് എല്ലാവരും ഒന്നിച്ചില്ല കൊണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ആക്കിയോണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ ധന്യ ഒരു സ്പെഷ്യൽ ഡിഷ് ആക്കിക്കൊണ്ടുണ്ട് ചിക്കനിൽ, അല്ല ധന്യ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോരോ വിവരങ്ങളും കാണാം. അപ്പോൾ ഇതേ സ്ഥലത്തിൽ നിന്നിട്ട് നമ്മൾ കുറേ കുക്കിംഗ് വീഡിയോസ് ആക്കിയോണ്ടായി. കുറേ സമയത്തിന്റെ ശേഷം പിന്നെയും അതേ സ്ഥലത്തേക്ക് വന്നിന്. ഇന്ന് എന്ത് തന്നെയാ സ്പെഷ്യല്? ചിക്കൻ കറി ആക്കുന്നേ. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടാണ്ട് സ്പെഷ്യല് ചിക്കൻ കറി. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു ഡിഷ് ആക്കാൻ പോകുന്നുണ്ട്. അതിൽ ഇന്ന് ചിക്കൻ മസാല ആവട്ടെ, മുളക് പൊടി ആവട്ടെ, മല്ലിപ്പൊടി ആവട്ടെ ഒന്നും ഇടുന്നില്ല. അത് ഹെൽത്തി ആയിട്ടും ഉണ്ടാവും. നമുക്കപ്പോൾ അത് എങ്ങനെ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഇതിനെ കാണാം. ഇത് വെറും ഉള്ളി മാത്രം ഇടുന്ന ചിക്കൻ കറിക്ക് തക്കാളി വേണ്ട. ഉള്ളി നല്ലോണം മൂത്തതോ ചിക്കൻ ഇടല്. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒന്നര കിലോ ചിക്കൻ എടുത്തിന് അതിനെ കേജി ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിക്കൊണ്ടുണ്ട് അല്ലേ? ചിക്കൻ ഇട്ടപ്പാട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേഗം വെക്കാം. ഉപ്പാ ഇടല, മഞ്ഞപ്പൊടി ഇട്ടതോ ഉപ്പ് നല്ല ഉപ്പ് പിടിച്ചോളൂ. എന്നിട്ട് നല്ലതായിട്ട് ഒരു മിക്സ് ആക്കി കൊടുത്തെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇനിയൊന്ന് കാര്യം എന്താ പറഞ്ഞാൽ ഇതിക്ക് വെള്ളം ചേർത്തില്ല അല്ലേ? വെള്ളം ചേർത്തില്ല. സ്ലോ സിമ്മിൽ വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇത് വെന്തതോ നമ്മൾ നേരത്തെ വറുത്തരച്ച മസാല ഇതിൽ ഇട്ടിട്ട് നല്ലോണം ഒരു ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച സ്പെഷ്യല് ഇതിക്ക് പേരില്ല, എന്താ പറഞ്ഞാൽ കറിവേപ്പില ചിക്കൻ അല്ലേ? കറിവേപ്പില ചിക്കൻ റെഡിയാവും അല്ലേ അമ്മ? അതെ, നാനും കണ്ടിന് ആക്കുന്നതിന് ആക്കിയിട്ടില്ലപ്പ. അതിനെ കൊണ്ട് നോക്കാ പറഞ്ഞിട്ട്. അപ്പോ അമ്മ കൊറേ ദിവസമായല്ലമ്മ ഇതേ സ്ഥലത്തിൽ നിന്നിട്ട് കുക്കിംഗ് ആക്കാണ്ട്? അതെപ്പാ, ഇതേ സ്ഥലത്തല്ലേ നമ്മൾ കുക്കിംഗ് ആക്കലേ. കൊറേ ദിവസത്തിന്റെ ശേഷം അമ്മയും തന്നെയും കൂടിയിട്ട് ഒരു സ്പെഷ്യലായ കറിവേപ്പില ചിക്കൻ ആക്കിക്കൊണ്ടുണ്ട്. ഈ കറിവേപ്പില ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്നിട്ട പേര്. പിന്നെ ഇതിക്ക് എന്തെങ്കിലും പേരുണ്ട്, പൊതുവെ പേരുണ്ടെങ്കിൽ നമുക്ക് കമന്റിൽ അറിയിക്കണം അല്ലേ? ഇതാണ് ചിക്കൻ കാക്കാനുള്ള മസാല. കുരുമുളക്, ഇടി കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഒരു ഇച്ചിരി പട്ട, ഗ്രാമ്പ്, പിന്നെ പൂ, കൂടുതൽ കരിവേപ്പില. മെയിൻ ഇതാണ് കരിവേപ്പില. പിന്നെ ഒരു 2 നമ്മളുടെ ഇത് ബിരിയാണിൻ്റെ ഇല എടുത്തിന്. ഒരിക്കൽ കൂടി നോക്കിക്കോളി. ഇടി കുരുമുളക്, വലിയ ജീരക, ചെറിയ ജീരകം, കൂടുതൽ കരിവേപ്പില. അപ്പോൾ ഇതിനെ എല്ലാം വറുത്തിട്ട് പൊടിച്ചെടുക്കണം. വറുക്കാൻ ഫാൻ വെച്ചിന് കുരുമുളക് ഇട്ടുണ്ട്. കുരുമുളക് ഒരു ഇച്ചിരി ചൂടായതോ പിന്നെ ജീരകം ഇടണം. കുരുമുളക് ഇതിക്ക് പിന്നെ എണ്ണയൊന്നും ഇടാൻ പാടില്ല, ഓയിലില്ലാണ്ട് അങ്ങനെ തന്നെ വറുത്തെടുക്കണം.
കുരുമുളക് ചൂടായതോ ജീരകം ഇട്ടത് അതിൻ്റെ ബാക്കിൽ കറിവേപ്പില. ഇപ്പം ജീരകം ഇട്ടുന്നല്ലേ വറുത്തോണ്ടുണ്ട്. ഇതിപ്പോൾ വറുത്തിട്ട് ഇതൊരിച്ചിരി മുറിഞ്ഞതോ നമ്മളുടെ കറിവേപ്പില ഇടല്. ഇപ്പോൾ കറിവേപ്പിലയും കൂട്ടീന് അല്ലേ? നല്ല മുരിയട്ടെ. ഈ ഇല, ഈ പച്ച ഇലയെല്ലാം നമ്മളിങ്ങനെ തൊടുമ്പോൾ പൗഡർ ആവണം. ആ മാതിരി ഇതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അല്ലേ? കുട്ടികൾക്ക് ഈ മുടി കൊഴിഞ്ഞു പോണതിന് ഇത് നല്ല കറുവപ്പല തോനെ കൂട്ടി നമ്മൾ കഴിച്ചാൽ അങ്ങനെ തിന്നാൻ കഴിയില്ലല്ലേ. അപ്പൊ ഇങ്ങനെ കറിക്കെല്ലാം ഇട്ടിട്ട് കുട്ടികളും വലിയവർക്കും എല്ലാവർക്കും നല്ലതാ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ള് കറിവേപ്പിലൻ്റെ ഒരു ചിക്കൻ ആക്കിക്കൊണ്ടുണ്ട്. നോക്കാം ഫൈനൽ എങ്ങനെ ആയിട്ടുണ്ടാവുമെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരിക്കൽ ആക്കിന് അത് നല്ലതായിട്ടില്ല കൊണ്ട് അതിന് വീഡിയോയിൽ കാട്ടാൻ ആക്കിയൊക്കൊണ്ടില്ല. ചിക്കനക്ക് മസാല ആക്കി വെച്ച് വറുത്ത് പൊടിച്ച് വെച്ച മസാല. ഇപ്പം നമ്മൾ വറുത്തല്ലേ അതേ മസാല അല്ലേ? അതന്നെ കറിവേപ്പില, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, കരിവേപ്പില മെയിൻ ഉണ്ട്. കരിവേപ്പില അതിൻ്റെ മസാല. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ നല്ല വെന്ത് വന്നതോ മിക്സ് ആക്കിയിട്ട് നല്ലതായിട്ട് ഒരു ഫ്രൈ ആക്കിയെങ്കിൽ കറി റെഡി. ഇതാ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കാണ്ട് ചിക്കന് തന്നെ ഇത്ര വെള്ളം വിട്ടുന്നു. ഇതേ വെള്ളത്തിൽ ചിക്കൻ നല്ലതായിട്ട് വേവട്ടെ. അച്ചമ്മൻ്റെ ട്രെയിനിങ്ങിൽ അദ്വിക്ക് പൊതുവേ നമ്മൾ കുക്കിംഗ് വീഡിയോ ആക്കുമ്പോൾ പാടുന്ന അങ്ങനത്തെ ഒരു പാട്ട് നിന്ന് പാടും അല്ലേ? പാടുന്നത്ര അങ്ങനെ ഇപ്പൊ പാടുവോ? പാടും ഇങ്ങനെ. आज मंगलवार है चूहे को बुखार है, आज मंगलवार है चूहे को बुखार है, चूहा गया डॉक्टर के पास, डॉक्टर ने लगाई सुई सुई, डॉक्टर ने लगाई सुई सुई, चूहा बोला हुई 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 हुई. കഴിഞ്ഞാ? വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട് പാട്ട്. ഇഞ്ഞൊരു പാട്ട് പാടുന്നത് പറഞ്ഞാൽ അതും പാടിക്കല. आलू का चोर बेटे कहाँ गए थे, बैगन का कोठरी में सो रहे थे, बैगन में लात मारा रो रहे थे, मम्मी ने प्यार किया हंस रहे थे, पापा ने पैसे दिया नाच रहे थे, भैया ने लड्डू दिया खा रहे थे. കഴിഞ്ഞാ? വെരി ഗുഡ്, സൂപ്പർ ആയിന്. നമുക്കിഞ്ഞ് ആൾക്കാർ നിന്റെ പാട്ടൊക്കെ എന്തെല്ലാം പറയും നോക്കാം. എന്താ എല്ലാവരും കൂടിയിട്ട് ഇവിടെ നിൽക്കുമ്പോ ബന്ധനാ? ചിക്കൻ തരുന്നത് മണിയേട്ടാ. മസാല ഇടാം. മസാല ഇടാം അല്ലേ? ഇത്ര വെള്ളമുള്ളപ്പോൾ തന്നെ മസാല ഇടണം. നമ്മളുടെ സ്പെഷ്യൽ മസാല. നല്ല ഇനി പറ്റി വരണം. കളറ് മാറിയല്ലേ? കളറ് മാറിക്കൊണ്ട് വരുന്നുണ്ട്. അതെ, അത് പറ്റുമ്പോ അങ്ങനെ ഉണ്ടാവും. ഇപ്പോ മസാല എല്ലാം കുറുക്കിയിട്ട് വന്നതോ ഇതിന്റെ കളർഫുള്ളായി അല്ലേ? ഗ്രേവി, ഇതന്നെ ഗ്രേവി. ഒന്ന് പൊക്കി കാട്ടിയേ. ഒന്നും ഇടാണ്ട് നാച്ചുറലായിട്ട് നമ്മളുടെ കറിവേപ്പിലൻ്റെ കളറ് സൂപ്പർ ഉണ്ട്. പച്ചമുളക് ഇട്ടിട്ട് ഒരു ഇളക്കിയിട്ട് ഇറക്കല്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇതിനെ വീഡിയോ കാണുന്നവർ ഈസി, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊന്ന് ആക്കി നോക്കണോ, നല്ല ടേസ്റ്റ്. പിന്നെ നാച്ചുറലായിട്ടുണ്ട്. വേറെ ഏത് മസാലകളും കമ്പനി മസാലകളൊന്നും ഇട്ടിട്ടില്ല. എല്ലാം നമ്മളുടെ പൊടിച്ചത് ചുറ്റുപാടിൽ കിട്ടുന്ന അങ്ങനത്തെ മസാലകൾ തന്നെ. തിന്നാൻ തന്നെ ലെസ് വെറൈറ്റി ആയിട്ടുണ്ടാവും. അപ്പോ
പിന്നെ ആക്കിയത് കാണാൻ നല്ല സൂപ്പർ ഉണ്ട്. ഉപ്പും കൂടി ഉണ്ടല്ലേ നോക്കട്ടെ ഞാൻ ശരി ഉണ്ടാന്ന്. അമ്മ മാസ്റ്റർ ചെപ്പ് കണ്ടീഷനായിട്ട് എല്ലാം കൂടി ഇതിന് മസാലകളും ഉപ്പും പാങ്ങായിട്ടുണ്ട്. നമുക്കപ്പോൾ ചോറുണ്ണ ചോറുണ്ണ. ഇതാ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊണ്ടുണ്ട് തന്നെയാ. അതെ, ഇറച്ചി കൂട്ടാൻ കാണുമ്പോ ഇന്നത്തെ സ്പെഷ്യൽ കറി കറുത്തിട്ട് പാങ്ങുണ്ട്. വേഗം തിന്നാ പറഞ്ഞിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതാ ഉച്ചക്ക് ചോർക്ക് അതെ, ഇതെന്താ ഗ്രീൻ പീസ് കറി. അതെ, ഇത് രാവിലെ നാഷ്ടക്കാക്കിയത്. പിന്നെ ഈ തക്കാളി ചാറുണ്ട് ലേസോ. അതെ, പിന്നെ നമ്മുടെ ചിക്കന്. അപ്പോൾ എല്ലാവരും വേവിക്കാനിരുന്നിന്. കഴിക്കാനിരുന്ന് ധന്യ വന്നിട്ട് വേവിക്കാനിരുന്നിന്. ധന്യൻ്റെ പ്ലേറ്റിൽ ഇതാ രാവിലത്തെ പത്തലും പുഴുങ്ങലരി ചോറും അതെ, ചിക്കനും. അമ്മ ചിക്കനും ചെറിയരിൻ്റെ ചോറും മാത്രം അല്ല. അതെപ്പാ. അപ്പൊ നമുക്ക് ചോറുണ്ണാം. ചോറുണ്ണ. അപ്പൊ ഇതെല്ലാരും ചോറുണ്ണാൻ ഇരുന്നിന്. അതെ, എങ്ങനെയുണ്ട് അമ്മ ടേസ്റ്റ്? നല്ല പാങ്ങുണ്ട് മോനെ. ശേഷം നോക്കിട്ട് പറഞ്ഞിന് 1 നമ്പറായിന്. അതൊക്കെ സൂപ്പർ. സ്പെഷ്യൽ ആയിട്ടുണ്ടാ. അതെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഫുഡ് ഇത് തന്നെ. അതെ, അപ്പൊ എല്ലാവരും ചോറ് വേവിക്കാൻ ഇരുന്നിന്. നമുക്ക് ചോറ് വേവിച്ചിട്ട് കാണാം അല്ലേ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. അതെ, ഇന്നത്തെ മൊത്തം ധന്യന്റെ സ്പെഷ്യല്. അതെ. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.